കേരള NGO അസോസിയേഷൻ ഇടുക്കി ബ്രാഞ്ച് 49ാം വാർഷിക യോഗവും പ്രതിനിധി സമ്മേളനവും നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ബ്രാഞ്ച് 49ാം വാർഷിക സമ്മേളനവും പ്രതിനിധി യോഗവുമാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നത്. ബ്രാഞ്ച് പ്രസിഡന്റ് ജോയ്സ് ആന്റണി അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സെക്രട്ടറി ബി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഓരോ മാസവും കടന്നു പോകുമ്പോൾ പട്ടിണിക്കാരാവുന്ന കടക്കാരാവുന്ന ഒരു വിഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥർ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ ആകെ കൂടി ജീവിക്കുവാൻ മാർഗമുള്ളതും ജീവിക്കുന്നതുമായ ആളുകൾ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരും അവരുടെ പ്രവർത്തകരും മാത്രമാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ ഈ സംസ്ഥാനത്ത് ഏത് മേഖല എടുത്തു നോക്കിയാലും അതിന്റെ എല്ലാം അവസാനം എന്തെങ്കിലുമൊക്കെ അഴിമതികൾ ഉണ്ടാവുകയും ഈ അഴിമതികളുടെ എല്ലാം പുറകിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികളും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരുമാണ് എന്നുള്ളത് ഞാനും നിങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസം കടന്നു പോകുമ്പോഴും സർക്കാർ ജീവനക്കാർ കടക്കണിയിലാകുകയാണെന്നും ഏത് അഴിമതി നടന്നാലും അതിനു പിന്നിൽ മുഖ്യമന്ത്രി കുടുംബവുമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബി പ്രദീപ് കുമാർ പറഞ്ഞു. 3 വർഷത്തിൽ അധികമായി ഒരേ സീറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ മാറ്റുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ഷാജി ദേവസ്യ മുഖ്യ പ്രഭാഷണം നടത്തി. രാജ്മോഹൻ MS സ്വാഗതവും മാത്യു ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. ആശംസകൾ അറിയിച്ച് ഷിഗാബ് പരീദ്, CS ഷമീർ, സാജു മാത്യു, KP വിനോദ്, ഷിൻഡോ പോൾ എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.